ഇപ്പോൾ പല മക്കളും അവരിഷ്ടമുള്ള ആളുകളെ പ്രേമിക്കുകയാണ്. എത്ര നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും മറ്റു നന്മകൾ ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കറങ്ങി നടക്കുകയാണ്. അവർ പിന്നെ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. പിന്നെ ദുനിയാവിലെ ജീവിതം നമ്മുടേത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ എന്തും പറയുന്നതും പ്രവർത്തിക്കുന്നതും അമൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗം നേടണമെന്നാണ്. എന്നാലേ ചില കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ സ്വർഗം അള്ളാഹു തആല നഷ്ടപ്പെടുത്തും. ദുനിയാവിലുള്ള ജീവിതം നമുക്കൊരു പരീക്ഷണമാണ്, ആഖിറത്തിലേക്കുള്ള ഒരു റിസൾട്ട് അല്ലേ, അവിടേക്കുള്ള ഒരു പരീക്ഷയാണ് ദുനിയാവെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നന്മകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. എന്നാലേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. 3 വിഭാഗം ആളുകൾക്ക് ഒരിക്കലും ആ സ്വർഗം കിട്ടൂല. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ആഖു ലിൽ വാലിദി. ഒന്ന്, സ്വന്തം മാതാപിതാക്കൾ അവിടുന്ന് വേദനിപ്പിക്കുന്ന ഒരാൾ, വാപ്പാനെ ഉമ്മാനെ വെറുപ്പിക്കുക, വേദനിപ്പിക്കുക, ഇത് ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹിൻ്റെ സ്വർഗം കിട്ടൂല എന്നാണ്. കാരണം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സ്വർഗം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കാലിൻ്റെ ചുവട്ടിലാണെന്നാണ്. മാത്രമല്ല വാപ്പ ആ സ്വർഗത്തിലേക്കുള്ള കവാടം എന്നാണ്. അപ്പോൾ ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ആ കവാടത്തിലൂടെ കടക്കണമല്ലോ. ആ കവാടം നമുക്ക് അടക്കപ്പെട്ടാൽ, വാപ്പയെ നമ്മൾ വേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗമില്ല. മാത്രമല്ല സ്വർഗം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ്. ഉമ്മയെ വേണ്ട രൂപത്തിൽ നമ്മൾ പരിഗണിക്കണം, അവിടുന്ന് പരിചരിക്കണം, സ്നേഹിക്കണം. ചെയ്യേണ്ട കടമകൾ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യണം. പിന്നെ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകും, മാതാപിതാക്കൾ ഇങ്ങോട്ട് എന്നോട് മോശമായിട്ടാണല്ലോ പെരുമാറുന്നത്, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മൾ പിന്നെ നന്മകൾ ചെയ്യുന്നത്, അപ്പോൾ അതിനെ അവരെ ഒപ്പം നിൽക്കേണ്ടതുണ്ടോ, അവരോട് പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. അത് അവരും പടച്ചവനും തമ്മിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്കങ്ങനെയല്ല. എങ്ങനെയായാലും നമ്മുടെ മാതാപിതാക്കൾ അത് നമുക്കുള്ളതാണ്, അത് നമ്മുടെ മാതാപിതാക്കളാണ്. അതിൽ നിന്ന് നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. രണ്ടാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം ദയ്യൂസ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്, വാപ്പയുമ്മയും അത് അനുസരിക്കുകയാണ്, അനുകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാണ്, ഒന്നും പറയുന്നില്ല. സ്വന്തം ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെ ബന്ധപ്പെട്ടവരൊക്കെ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ ഒരിക്കലും തിരുത്തുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യാത്ത, അതിനെ നന്മ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക പോലും ചെയ്യാത്ത, അതുപോലല്ല ഒരു കാട്ടിട്ട് ഓലെ പ്രായമല്ലേ ഇപ്പം എന്തോ ആയിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ചില മാതാപിതാക്കളുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്. അവരെ കുറിച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദയ്യൂസ് എന്ന് പറഞ്ഞത്. ഒരിക്കലും അവർക്കും അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നില്ല. എന്നാലോചിച്ചാൽ നിങ്ങൾ ഇപ്പോൾ പല മക്കളും അവരിഷ്ടമുള്ള ആളുകളെ പ്രേമിക്കുകയാണ്. ചിലപ്പോൾ വാപ്പാക്കതറിയാം, ഉമ്മാക്കതറിയാം, അതൊരു പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് മാറപ്പെടുകയാണ്. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കറങ്ങി നടക്കുകയാണ്. അവർ പിന്നെ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. തോളിലും കൈയിട്ട് അന്യ സ്ത്രീ അന്യ പുരുഷൻ എന്നുള്ള ആ ഒരു ഡിഫറൻസ് പോലും അവിടെ കാണിക്കാതെ നമ്മൾ ഹറാമായി കണ്ടിരുന്ന ആ ഒരു കാര്യത്തെ ഹലാലാകുന്ന രൂപത്തിലേക്ക് ഇന്ന് നമ്മുടെ മക്കളൊക്കെ എത്തപ്പെടുകയാണ്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട്. അതൊരു വിഷയമല്ല, അവിടെ കൂട്ടുകാരല്ലേ, അവർ ഫ്രണ്ട്സല്ലേ, ഈ രൂപത്തിലൊക്കെ ആയി മാറപ്പെടുന്ന, ഉമ്മാക്ക് പ്രശ്നമില്ലാത്ത, വാപ്പാക്ക് പ്രശ്നമില്ലാത്ത ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും മറ്റു നന്മകൾ ചെയ്തിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാകില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഹറാമ് കാരണത്താൽ നമ്മൾ പരാജയപ്പെടും. പിന്നെ നമ്മുടെ മക്കളെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ലാ യൻഫഉ മാലും വലാ ബനൂൻ. നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നാളെ നമുക്ക് ഉപകരിക്കൂല എന്ന് പറയുന്നുണ്ട്. നാളെ ഉപകരിക്കണമെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇബാദത്ത് അമലുകളെ കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മുടെ മക്കൾ നമ്മൾ പിറകുന്ന് വിളിക്കുന്നത്, ഇങ്ങനെ ഞാൻ ഇന്ന് നരകത്തിലെത്താൻ കാരണം എൻ്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോകുകയാണ്. മൂന്നാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറജിലത്തുൻ നിസാ, ഒരു പുരുഷനോട് സാമ്യമുള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ത്രീയെ കുറിച്ചിട്ട്. തിരിച്ചും അങ്ങനെയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീ, അതുപോലെ തന്നെ സ്ത്രീയുടെ വേഷം ധരിച്ച് നടക്കുന്ന പുരുഷൻ, ഇങ്ങനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവർക്കൊന്നും അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് പുരുഷനോട് സാമ്യമായിട്ടുള്ള വസ്ത്രധാരണ, മറ്റു ഇടപെടൽ, അങ്ങനെ ചെയ്യുന്ന സ്ത്രീക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹിൻ്റെ സ്വർഗമില്ല. പിന്നെ അപ്പോൾ ഈ 3 കാര്യങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ നമ്മളതൊന്ന് മാറ്റിയെടുക്കണം. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കില്ല. സ്വർഗത്തിനെ ഇപ്പം ദുനിയാവെന്ന് ആലോചിക്കുമ്പോൾ സ്വർഗമല്ലേ, അതിപ്പോൾ എന്താ ആ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിലും നാളെ നമ്മൾ മരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എത്രത്തോളമായിരുന്നു ആ ഒരു കാര്യത്തിൻ്റെ വില എന്നുള്ളത്, സമയത്തിൻ്റെ വില എന്നുള്ളത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളാകട്ടെ ഇന്ന് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.